ഗസാക്കിലെ ഓത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അല്ലാ പിച്ചാമൊല്ലാക്ക റാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് പണ്ട്, വളരെ പണ്ട്, ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ ഒരു പട ഗസാക്കിലേക്ക് വന്നു. റബ്ബുൽ-ആലമീനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സയ്യിദ് മിയാൻ ഷേഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത്. ഇതിഹാസം ചെവിക്കൊണ്ട ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അത് എതുക്ക് മൊല്ലാക്ക, അന്ത കുതിരയ്ക്ക് ആര് തുണ? മൊല്ലാക്ക പറഞ്ഞു, അതുക്ക് തുണ പടച്ചവൻ ഷെയ്ഖ് തങ്ങൾ. അതാണ് ഷെയ്ഖ് തമ്പുരാൻ ആ കുതിരയെ തിരഞ്ഞു പിടിച്ചത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങന്മാർ കുതിരകളെ കരിമ്പനങ്ങളിൽ തളച്ചിട്ടു. രാത്രിയുടെ അവസാന യാമത്തിൽ പാണ്ഡൻ കുതിര ചത്തു. ഗസാക്കിലെ പനങ്കാട്ടിലാണ് അവനെ കുടിവെച്ചത്. കിഴക്കൻ കാറ്റടിക്കുമ്പോൾ ഞൊണ്ടി മിരടിയും അവന്റെ കുളമ്പടി കേൾക്കാമത്രേ. പഴനിമല കയറാൻ പോകുന്ന ഷൺമുഖാനന്ദന്മാർ കാലു തളരുമ്പോൾ അവനെ വിളിച്ചു. കിഴവന്മാരെയും വിധവകളുടെയും അവൻ പുറത്തു കയറ്റി ചുരം കടത്താറുണ്ടെന്ന് ഐതിഹ്യം പറഞ്ഞു. പാണ്ഡൻ കുതിരയുടെ പനങ്കാട്ടിൽ തങ്ങന്മാർ പാളയമടിച്ചു. ആ പാളയത്തിന്റെ സന്തതികൾ എത്ര ഗസാക്കുകാർ. ചെതലിമലയിൽ ഇന്നും ഷെയ്ഖ് തങ്ങളുടെ കല്ലറ കാണാം. അവിടെ പാർത്തു പോന്ന ഷെയ്ഖിന്റെ പ്രേതത്തെ ഗസാക്കിലെ റാവുത്തന്മാരും ഈഴവരും ഉപാസിച്ചു പോന്നു. മുല്ലാക്ക പറഞ്ഞു, നമുക്ക് കിഴവാക്കുമ്പോൾ അടച്ചവൻ വന്ന് നമ്മളുടെ പെരടി കയറി കുത്തിയിരിക്കും. തന്റെ ഇഴ പറഞ്ഞ കുപ്പായത്തിന്റെ മണം ശ്വസിച്ച് മുല്ലാക്ക തെല്ലുനേരം ഒന്നും പറയാതിരുന്നു. പടച്ചവൻ പടനോട് ചൊല്ലും അങ്കൻക്ക്. മുല്ലാക്ക തുടർന്നു, இந்த കെരട്ട് കുതിര ഷാഗറ വരയ്ക്കും. ഒരഗതിയുടെ അന്ത്യ ശുശ്രൂഷക്കായി ഉടയവന്റെ സേനാവ്യൂഹം അത്രയും നിൽക്കുന്നു.